അതുകൊണ്ട് നമ്മൾ അതിനെ ആരാധിക്കുന്നില്ല, നമ്മളെ അർത്ഥമായി പരിഗണിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആദി ദൈവിക ദുഃഖങ്ങൾ, ഈ 3 ദുഃഖങ്ങളെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ രാവിലെ പായിൽ എഴുന്നേറ്റ് വൈകിട്ട് കിടക്കപ്പായിലേക്ക് പോകുന്നത് വരെ 100 കാര്യം, 1000 ദുഃഖങ്ങൾ നിങ്ങളെ അലട്ടും. വസ്ത്രങ്ങളില്ലാത്തത്, ഭക്ഷണമില്ലാത്തത്, ഇഷ്ടമുള്ള ആളുകളുടെ സമ്പർക്കമില്ലാത്തത്, എല്ലാ കാര്യവും, ലൈംഗികത വരെ. 3 കാര്യങ്ങളെ ഇപ്പോഴുള്ള സാമൂഹിക ജീവിതത്തിൽ മനുഷ്യനുള്ളൂ. ഒന്ന് പദവി, പണം, ലൈംഗികത. ഈ 3 അല്ലാതെ അതിന് അപ്പുറത്തേക്ക് ആരെങ്കിലും പോകുന്നുണ്ടോ? ആരും പോകുന്നു. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പൊ യോഗശാസ്ത്രം വന്നപ്പോ തന്നെ ഈ ദുഃഖങ്ങൾ, മറ്റേ ത്രിവിധ ദുഃഖങ്ങൾ മാറി. അത് അറിവില്ലായ്മയായി, പിന്നെ അസ്മിതയായി, രാഗദ്വേഷങ്ങളായി, അതുപോലുള്ള അഭിനിവേശമായി, ഇങ്ങനെയുള്ള ദുഃഖങ്ങളായി. ഇപ്പം അതിനും വർദ്ധിച്ചു. എങ്ങോട്ട് നോക്കിയാലും ദുഃഖങ്ങളേ ഉള്ളൂ. കാരണം നമ്മുടെ മനസ്സിനെ രഞ്ജിപ്പിക്കാത്ത, സുഖം തരാത്തതെല്ലാം നമ്മുടെ ദുഃഖങ്ങളാണ്. അപ്പൊ ഇതിന് മാർഗം എന്തേ ഉള്ളൂ? അതുകൊണ്ടാണ് നമ്മൾ ഈ ആസുരത, പണസമ്പാദനത്തിന് വരെ നമ്മൾ പണം സമ്പാദിക്കുമ്പോൾ ദേവധനം സമ്പാദിക്കണമെന്നാണ് ശാസ്ത്രം. അവിടെയും ദേവനും അസുരനുമുണ്ട്, അസുരധനമുണ്ട്, ദേവധനമുണ്ട്. യജ്ഞങ്ങൾ ചെയ്തുകൊണ്ട്, കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നേടുന്ന ധനം ദേവധനം, അല്ലാതെ ചെയ്യുന്ന അസുരധനമാണ്. അപ്പൊ അസുരധനം സമ്പാദിച്ചിട്ട് ഒരു കാര്യമില്ലെന്നാണ്, ദേവധനം തന്നെ സമ്പാദിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള സർവകാര്യങ്ങളും വിശദീകരിക്കുന്ന, വിലയിരുത്തുന്ന ഗ്രന്ഥമാണ് ഈ നമ്മുടെ യോഗശാസ്ത്രം. ആ യോഗശാസ്ത്രം പഠിക്കുക, നമ്മുടെ ഈ ആവേശം ഒന്ന് കുറയ്ക്കുന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. കാരണം നമ്മൾക്ക് ഓരോ ദിവസവും നമ്മുടെ സമൂഹത്തിൽ ആവേശം കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ യോഗശാസ്ത്രത്തിലുള്ള ഒന്ന് നമ്മൾ പോസ്റ്റേഴ്സ് കാണുന്ന ഈ പോസ്റ്റേഴ്സ്, ഇതെല്ലാം യോഗശാസ്ത്രം 1064 യോഗാസനങ്ങളുണ്ട്. അതിനകത്ത് തന്നെ ഹഠയോഗ കാര്യങ്ങളുണ്ട്. ഹഠയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും മാത്രം, പ്രാണായാമവും ആസനങ്ങളും മാത്രമാണ് ഹഠയോഗ പ്രദീപിക്കുന്നത്. അതെന്താ കാര്യം? ഒരു സാധാരണ വ്യാവഹാരിക മനുഷ്യന് ശരീരത്തിന് ആരോഗ്യപ്പെടും, അതിന് ആസനങ്ങൾ ചെയ്താൽ മതി, പോസ്റ്റേഴ്സ് ചെയ്താൽ മതി. പിന്നെ അവന് ഉള്ളിൽ ദൃഢത വേണം, മാനസിക ശക്തി വേണം, അതിന് പ്രാണായാമം ചെയ്താൽ മതി. മറ്റേതൊന്നും അതിലില്ല. ധ്യാനം, പിന്നെ സമാധിയൊന്നും, ഈ അഷ്ടമാർഗത്തിന്റെ മാർഗങ്ങളൊന്നും. 8 മാർഗങ്ങളാണ് രാജയോഗത്തിൽ പറയുന്നത്. ഈ യോഗത്തിനല്ലേ, ഈ നിങ്ങൾക്ക് മോചനത്തിന് തന്നെ, അല്ലെങ്കിൽ മനസ്സിനെ ക്രമീകരിക്കാൻ ഈ പതഞ്ജലി ഭാഷ്യത്തില്, അല്ലെങ്കിൽ പതഞ്ജലി പറയുന്ന യോഗശാസ്ത്രം അല്ലാതെ നിങ്ങൾക്ക് ഭക്തി മാർഗത്തിൽ സ്വീകരിക്കാം, കർമ്മമാർഗത്തിൽ സ്വീകരിക്കാം, ജ്ഞാനമാർഗത്തിൽ സ്വീകരിക്കാം, ഈ അഷ്ടമാർഗത്തിലും പോകാം. അതിനും ഭാരതശാസ്ത്രം ഒരുപാട് വഴികൾ തുറന്നിട്ടുണ്ട്. ഇങ്ങനെ പതഞ്ജലിയുടെ തന്നെ നിങ്ങൾ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണം, ധ്യാനം, സമാധി എന്ന് പറഞ്ഞു പോകണമെന്നൊന്നുമില്ല. നിങ്ങൾ ഒരിടത്തിരുന്ന് അതികഠിനമായി ധ്യാനിച്ചാലും ഭക്തിയിലൂടെ നിങ്ങൾക്ക് മോചനം ഉറപ്പാണ്. ധാരാളം ഗ്രന്ഥങ്ങൾ വായിച്ച് വിജ്ഞാനവും അത് വിചിന്തനം ചെയ്ത് അതിലൂടെ നിങ്ങൾക്ക് കർമ്മം ചെയ്തുകൊണ്ട്, അതാണ് ഭഗവത്ഗീതയൊക്കെ പറഞ്ഞത്, കർമ്മം ചെയ്തുകൊണ്ട്. എന്നാൽ നമ്മൾ ജനിച്ചു, ജനിപ്പിക്കുക, ജീവിക്കുക, മരിക്കുക, ആ കർമ്മത്തിലൂടെയും ശ്രദ്ധ നേടാതെ, അതും യോഗയാണ്, അതും നമ്മൾ ധന്യമാണ്. അപ്പൊ ഇങ്ങനെ 3-4 വഴികൾ പറഞ്ഞാൽ ഈ അഷ്ടമാർഗത്തിൽ ഒന്നാണ് യോഗശാസ്ത്രം. ആ യോഗശാസ്ത്രമാണ് നിങ്ങൾ ആചരിക്കാനും പഠിക്കാനും പോകുന്നത്. ഒരു പക്ഷേ നമ്മളിന്ന് നേരിടുന്ന വലിയ വിപത്തുകൾ മനസ്സിന്റെ കുഴപ്പങ്ങൾ, ശരീരത്തിന്റെ കുഴപ്പങ്ങൾ. പ്രകടമായി നമ്മളെ അലട്ടുന്നത് ശരീരത്തിന്റെ കുഴപ്പങ്ങളാണ്. രണ്ടാമത് മനസ്സിന്റെ കുഴപ്പങ്ങൾ. ഇപ്പം ഈ യോഗശാസ്ത്രം പറയുന്നത്, ഈ പറയുന്ന പോസ്റ്ററുകളൊന്നും വേണ്ട. നിങ്ങൾ നല്ല പ്രാണായാമ വിദ്യ അഭ്യസിക്കുകയും ആചരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ശരീരം ഋജുവാവും, പ്രസന്നമാവും, ശുദ്ധമാവും, അരോഗദൃഢഗാത്രമാവും. പ്രാണായാമം മാത്രം ചെയ്താൽ നമ്മുടെ ശരീരത്തിലൂടെ 10 പ്രാണൻ ഓടുന്നു, ഈ ശുദ്ധവായു. ആ പ്രാണൻ ഓടുമ്പോൾ തന്നെ നമ്മൾ അകത്തുള്ള സർവ്വ പ്രവർത്തനങ്ങളും ക്രമീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് അതില്ല. പലരുടെയും ശ്വാസോച്ഛ്വാസം പോലും കറക്റ്റല്ല. പലരുടെയും, നമ്മൾ പല ആളുകളുടെയും ശ്വാസോച്ഛ്വാസം പോലും ശരിയായ തരത്തിലല്ല പോകുന്നത്. കാരണം അതിനും സമയമില്ല.
ഒന്നിൽ അമിത വേഗം അല്ലെ അമിതമായ കുറവ്. ഇതെല്ലാം അപ്പൊ ഇത് രണ്ടും ക്രമീകരിച്ചുകൊണ്ടാണ് നമ്മൾ യോഗശാസ്ത്രം പഠിപ്പിക്കുകയും. അപ്പൊ ഇതനുസരിച്ചാൽ ഇപ്പം എൻ്റെ മുമ്പിലുള്ള നിങ്ങളെ സംബന്ധിക്കുന്നത് വളരെ ചെറുപ്പമാണ്. അപ്പൊ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈതിബാധകളില്ലാതെ സ്വന്തം ശരീരമെങ്കിലും രോഗങ്ങൾക്ക് അടിപ്പെടാതെ സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്കറിയാം, ശിശുരൻ സാറ് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ആയുർവേദ കോളേജിലെ യോഗ തെറാപ്പിയുടെ യോഗ ചികിത്സയുടെ ഇദ്ദേഹത്തിൻ്റെ മുമ്പ് ഇദ്ദേഹം നമ്മുടെ വെൺകുളം പരമേശ്വരൻ സാർ എന്ന് പറഞ്ഞ കേരളത്തിലെ യോഗയ്ക്ക് പ്രചാരം കൊടുത്ത ഒരേ ഒരാൾ അദ്ദേഹം. അദ്ദേഹത്തിലൂടെ എത്രയോ കാലം നമ്മളൊക്കെ ഒരിക്കലും കണ്ടുള്ളൂ, 1-2 തവണയാണ് വെൺകുളം പരമേശ്വരൻ സാറിനെ കാണാനുള്ള ഭാഗ്യം. അങ്ങനെയുള്ള വർഷങ്ങൾ നടന്ന ഒരാളാണ്. അപ്പം ഇവരെ പോലുള്ള ആളുകൾ നമ്മുടെ ചില നാട്ടുകളിലെ നാട്ടുവൈദ്യങ്ങളിലൊക്കെ അപൂർവ സാധനങ്ങളായിട്ടും ഇതൊരു അപൂർവ സാധനമാണ്. ദയവായി ഇതിനൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾ പഠിക്കുക. മാക്സിമം ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരം ദൃഢമാക്കാൻ ശ്രമിക്കും. വേറെ ഒന്നിനുമല്ല, സ്വശക്തി, അതാണ് ധർമ്മം. അപ്പൊ അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് നിങ്ങൾ പറഞ്ഞു. പ്രാണായാമവും യോഗാസനങ്ങളും ഒക്കെ തന്നെ ആദ്യം ചിലർക്കൊക്കെ പെട്ടെന്ന് കഠിന യോഗയിലേക്കൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ട് വരും. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇന്നലെ വരെ അനുഷ്ഠിച്ചു വന്ന കാര്യങ്ങളിൽ നിന്നും വിഭിന്നമായ ഒരാചാരമാണ് ഇവിടെ നടക്കുന്നത്. ഒരിക്കലും നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഇതിനെ അനുവദിക്കില്ല. യോഗ പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി ആദ്യത്തെ ഒരു 6 മാസം അവൻ നരകയാതന അനുഭവിക്കും, ഉറപ്പാണ്. ഒന്നീ പനി വരും, അല്ലെ ബഹളം വരും, അല്ലെ അവിടെ മേലുപിടുത്തം വരും, അല്ലെ കാലൊളുക്കും, അല്ലെ കൈയൊളുക്കും. നിന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇത് എന്തെല്ലാം ശരീരം ചെയ്യാമോ, ഈ ശരീരവും മനസ്സും കൂടെ കൂട്ടിക്കെട്ടാനാണല്ലോ നമ്മൾ യോഗ പഠിക്കുന്നത്. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മുടെ കിടക്കുമ്പോൾ നമ്മൾ ഒന്നാണ് അത് വേർപിരിഞ്ഞു. ആ വേർപിരിഞ്ഞിനെ കൂട്ടിക്കെട്ടാനുള്ള പരിശ്രമങ്ങളാണ് യോഗ. യുജ് എന്ന് പറഞ്ഞാൽ ചേർച്ച എന്നാണ്. യോഗ ചേർക്കുക. എന്തിനാണ്? ശരീരത്തിനെയും മനസ്സിനെയും ചേർക്കുക. മനസ്സ് പറയുന്നത് ശരീരം കേൾക്കത്തില്ല, ശരീരം പറയുന്ന മനസ്സ് കേൾക്കത്തില്ല. ഇതാണ് നമ്മുടെ അടിസ്ഥാന പ്രശ്നം. ഇത് രണ്ടും നമ്മുടെ നിയന്ത്രണത്തിലുമല്ല. അത് നിയന്ത്രണം, അതാണ് യുജ്, ചേർച്ച. എന്തിന്? ജീവാത്മാവിനെയും പരമാത്മാവിനെയും നമ്മുടെ ആത്മീയതയും ശരീരത്തെയും സമന്വയിപ്പിക്കാനുള്ള പരിശ്രമം. ഇത് നമ്മൾ ഒന്നായിരുന്നു. അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഒന്നായിരുന്നു. മാതൃശരീരവും നമ്മുടെ ശരീരവും ശൈശവ ശരീരവും ഒന്നായിരുന്നു. അത് പുറത്തു വന്നു, നമുക്ക് തിരിച്ചറിവ് വന്നപ്പോൾ ഹരിനാമകീർത്തം പറഞ്ഞ ഒന്നായ തിന്യരമ്പെന്ന് കണ്ടളവിൽ ഉണ്ടായ വിട്ടൽ അന്ന് മുതലേ നമ്മൾ രക്ഷപ്പെട്ടില്ല. അതിലേക്കുള്ള പരിശ്രമമാണ് യോഗ. തീർച്ചയായും ഈ പോസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ശ്വാസം ക്രമീകരിക്കും. എല്ലാ പോസ്റ്ററുകളും പ്രാണൻ എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. കാരണം ഇത് നമ്മുടെ ശരീരത്തിന്റെ അംഗോപാംഗങ്ങളുടെ തിരിവും വളവും ഒക്കെ ചെയ്യുന്ന ഒരു വ്യായാമ പ്രക്രിയയാണ്. അതുകൊണ്ട് ഓരോ യോഗ പോസ്റ്ററും ഒരു പ്രാണൻ ഉപയോഗിക്കും, അത് ഉച്ഛ്വസിപ്പിക്കും. ഈ പ്രാണൻ സാധാരണഗതി നമ്മൾ ഒരു പ്രാണൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പ്രാണൻ എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ അളവാണ്. അതിനൊരു മാത്രയുണ്ട്. അത് 4 സെക്കൻഡാണ് നമ്മളൊരു ഇൻടേക്കും എക്സിറ്റും നടത്തുന്നത്. നമ്മളൊരു ശ്വസനവും അല്ലെങ്കിൽ ഒരു പൂരകവും ഒരു രേചകവും നടത്തുന്നത് 4 സെക്കൻഡാണ്. ഈ 4 സെക്കൻഡിൽ ഒന്ന് ചെയ്താൽ നമ്മളൊരു മണിക്കൂർ ഒരു മിനിറ്റിൽ 15-16 ചെയ്യും. ഒരു മണിക്കൂറിൽ 9600 ചെയ്യും. ഒരു ദിവസം 21,000 കിലോഗ്രാം. ഒരു 100 വർഷത്തെ പുരുഷായുസിൽ 93 കോടി 35,20,000 പ്രാണനുണ്ട്. ഇതൊന്ന് നിങ്ങൾക്കൊരു ഇച്ചിരി താമസിപ്പിക്കാൻ പറ്റും. നിങ്ങൾ ആയുസ് 150 കൊല്ലത്തേക്കോ 200 കൊല്ലത്തേക്കോ നല്ല സ്ഥൈര്യത്തോടെ സ്ഥൈര്യത്തോടെ ഇരിക്കും. നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട് പട്ടി കിടന്ന് വലിക്കും, മുയല് വളരെ വളരെ ആയുസ് കുറവാണ്. കാരണം അവ വലിച്ചു അവരുടെ ജീവിതം നേരത്തെ തീരും.